ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് അമൃതം പൊടിയിൽ നല്ലൊരു ഉരട്ടി ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് അമൃതം പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങ ചിരകിയത്, പിന്നെ കുറച്ച് ഉപ്പ് വേണമെന്നില്ല, എന്നാലും വേണമെന്നുള്ളവർക്ക് അത്യാവശ്യമാണെങ്കിൽ ഇടാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് ഒരു കപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണേ. തേങ്ങ ചിരകിയെടുക്കുന്ന ടൈമിൽ ചെറിയ തരിതരിയായിട്ട് ചിരകിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇത്രയും ചേർത്ത് നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അമൃതം പൊടി ഉരുട്ടിക്കുള്ള കറക്റ്റ് പരുവം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. നമ്മുടെ അമൃതം പൊടിയുടെ ആ ഒരു നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ മിക്സ് ചെയ്തപ്പോൾ തന്നെ ഇത് നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരുടെ വീട്ടിലും കാണും കേട്ടോ. ഒരു 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ വീട്ടിൽ മസ്റ്റായിട്ട് ഇതുണ്ടാവും. എല്ലാ മാസവും കിട്ടുന്നതായിരിക്കും. നമ്മൾ ഏകദേശം പേരും കുഞ്ഞുങ്ങൾ കഴിക്കാത്തവരാണെങ്കിൽ മറ്റുള്ള വീടുകൾക്ക് കൊടുക്കുന്നവരായിരിക്കും. പക്ഷേ ഇത് ആരും കൊടുക്കത്തില്ല കേട്ടോ. കാരണം ഇതുകൊണ്ട് നമ്മൾ ഈ ഒരു ഉരുട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇത് വിത്തി ഉടനെ തന്നെ കുറച്ച് ഓയിൽ കൂടെ പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. അമൃതം പൊടി എന്ന് പറയുന്നത് ഗോതമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അത് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇത് നല്ല സോഫ്റ്റ് മാവാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉരുട്ടി കഴിക്കുമ്പോൾ തന്നെ അറിയാം, മറ്റേതൊരു കട്ടി തോന്നത്തില്ല. ഇത് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന നല്ല സോഫ്റ്റ് ഉരട്ടിയാണ് കേട്ടോ. ഇത് ഭയങ്കര പ്രോട്ടീൻ റിച്ചായ ഒരു ഫുഡാണ് കേട്ടോ. ബദാമും അണ്ടിപ്പരിപ്പും അങ്ങനെയുള്ള കുറേ പോഷക ഘടകങ്ങളൊക്കെ ചേർന്നിട്ടുള്ള പൊടിയാണ് കേട്ടോ ഈ അമൃതം പൊടി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ ഈ ഒരു തേങ്ങയും എണ്ണയും ഇത്ര മാത്രം മതിയാവും ഇതിൻ്റെ ചേരുവ എന്ന് പറഞ്ഞിട്ട്. ഇത് നല്ല രീതിയിൽ ഉണ്ടെന്നുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല മൊരിഞ്ഞ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് നല്ല സോഫ്റ്റാണ്. നമ്മൾ ഗോതമ്പ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെടും. ഇത് കുറച്ച് മധുരവും കൂടെ അടങ്ങിയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി. ഈ ഒരു അമൃതം പൊടി വീട്ടിലുള്ളവരാണെങ്കിൽ ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.